ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ രോഹിത്തിനും ഹരിശങ്കറിനും ജാമ്യം എടുക്കാനായിട്ട് ശിവശങ്കരൻ ഒരു വക്കീലിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജീവും ശിവശങ്കരനും കൂടി ചേർന്ന് നേരെ കോടതിയിലോട്ട് വരികയാണ്. കോടതിയിൽ അവരെ ഹാജരാക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ കോടതി വെച്ച് ജാമ്യം കിട്ടുമെന്നാണ് വക്കീൽ പറഞ്ഞത്. വക്കീൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ കോടതി ജാമ്യം നിരസിക്കുകയാണ്. അതിനുശേഷം 30 ദിവസത്തേക്ക് അവരെ സബ് ജയിലിലോട്ട് റിമാൻഡ് ചെയ്യുകയാണ്. വക്കീൽ വന്ന് പറയും, അതൊരു പോക്സോ കേസും കൂടി ആയതുകൊണ്ടാണ് പെൺകുട്ടി അതിതീവ്ര വിഭാഗത്തിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ജാമ്യം കിട്ടുന്നത്. എന്തായാലും നമുക്കൊന്നും കൂടി ശ്രമിച്ച് നോക്കാം. 30 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാമെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് വക്കീലങ്ങ് പോവുകയാണ്. അതിൽ നിന്ന് തിരികെ വീട്ടിലോട്ട് വരുന്ന രാജീവും ശിവശങ്കരനും മനുവിനോടും കമലയോടും 30 ദിവസത്തേക്ക് അവരെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തുള്ള കാര്യം പറയുന്നുണ്ട്. ജാമ്യം നിരസിച്ചു. ഇതൊരു പോക്സോ കേസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജാമ്യത്തിന് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണ മനുവിനെ വിളിക്കുകയാണ്. ഇവിടെ എന്താ മോളെ, അത് മനുവേട്ട, കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരെങ്കിലും കോടതിയിലോട്ട് പോയിട്ടുണ്ടോ? ഇന്നല്ലേ രോഹിയേട്ടനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇവിടെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ, അച്ഛനും അമ്മയും. അതുകൊണ്ട് അവിടുന്ന് ആരും പോകാനില്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് ശിവങ്കിലും രാജീവനങ്കിലും കോടതി പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായി ജാമ്യത്തിൻ്റെ കാര്യം എന്തെങ്കിലും ശരിയായോ എന്നൊക്കെ ചോദിക്കും. ആ മോളെ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, വന്നിട്ട് പറയാമെന്ന് പറയും. ശരി മനുവേട്ടാന്ന് പറയും. അതിനുശേഷം മനു കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരികയാണ്. മനു വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ കൃഷ്ണ എന്ന് വാതിൽ തുറന്ന് കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണ ചോദിക്കും, മനുവേട്ട എന്തായി കോടതി പോയിട്ട്? അത് കോടതി പോയി മോളെ. കോടതിയിൽ നിന്ന് അവരെ 30 ദിവസത്തേക്ക് സബ് ജയിലിലോട്ട് റിമാൻഡ് ചെയ്തേക്കുക. അതുകൊണ്ട് ഇനി 30 ദിവസത്തിന് ശേഷം മാത്രമേ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊരു ചെറിയ കേസല്ലല്ലോ ഇത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് കൃഷ്ണ അങ്ങ് കരയും. ഇനി ഞാൻ എങ്ങനെ മനുവേട്ട സ്കൂളിൽ പോകുന്നത്? എല്ലാവരും എന്നെ കളിയാക്കത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കും. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ, വീട്ടിന് TV കാണാൻ പറ്റില്ല, പത്രം നോക്കാൻ പറ്റത്തില്ല, എല്ലാത്തിലും രോഹിയേട്ടൻ്റെയൊക്കെ ഫോട്ടോയും വാർത്തകളോ എന്ന് പറയും. മോള് വിഷമിക്കാതെ, കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ കാണും. ഇത് കഴിയുമ്പം എല്ലാവരും ഇതൊക്കെ അങ്ങ് മറക്കുമെന്ന് പറയും. ഇവിടെ വേറെ ആരുണ്ട്? അത് ഇവിടെ അലീന ചേച്ചിയുണ്ട്, ബബിയേച്ചിയുണ്ട്. ബബിത എവിടെ? അത് ബബിയേച്ചി എപ്പോഴും മുറി അടച്ച് കതക് അടച്ചിരിക്കുക, പുറത്തോട്ട് ഇറങ്ങത്തില്ലെന്ന് പറയും. പിന്നെ സുലോചന ആൻറ്റി വന്നിട്ടുണ്ടെന്ന് പറയും. ഓ, ആൻറ്റി വന്നിട്ടുണ്ട്. ഗോവർദ്ധൻ അങ്കിൾ ഇവിടെ ആൻറ്റിയെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ മനുവേട്ട. കുറേ നാട്ടുകാർ ചേർന്ന് ഇവിടെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഗേറ്റിന് പുറത്ത് വന്നുകൊണ്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നെന്ന് പറയും. അപ്പോഴത്തേക്ക് സുലോചന അങ്ങോട്ട് വരും. മനു, എന്തുകൊണ്ട് മനു, സുഖമാണോ എന്ന് പറയും. ഓ, കുഴപ്പമൊന്നുമില്ല ആൻറ്റി. കമലേച്ചി എന്തു പറയുന്നു? കമലേച്ചി എന്തു പറയാനാ? അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ മോൻ ചെയ്തത് വലിയ ധീരകൃത്യമായിട്ട് വെച്ചേക്കൂല്ലേ. അമ്മ ഒരിക്കലും അമ്മയുടെ മോനെ കുറ്റം പറയത്തില്ലല്ലോ. ഇതേ അവസ്ഥ തന്നെ ഇവിടുത്തെ വൈജയന്തിക്കും. രോഹി തെറ്റ് ചെയ്താലും വൈജയന്തി എപ്പോഴും രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. എത്ര തവണ അങ്കിൾ വോൺ ചെയ്തതാണ്. മുമ്പൊരു തവണ അലിയിലേക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് ഞാൻ ഹരിയെ വീട്ടിൽ ചെന്ന് നല്ല രീതിയിൽ അവനെ അടിച്ചതാണ്. അവനെ നിയന്ത്രിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അപ്പോഴൊക്കെ അലീനയായി തെറ്റുകാരി. അത് തന്നെ മനു, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും വൈജേച്ചിയും പറഞ്ഞത് അലീനയായതിനെല്ലാം കാരണമെന്നാണ്. അവളെന്ത് ചെയ്ത് ആൻറ്റിന്ന് മനു സുലോചന ആൻറ്റി ചോദിക്കും. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളല്ലേ അന്ന് പോലീസുകാർ കംപ്ലയിൻറ്റ് എഴുതി തയ്യാറാക്കി ഒപ്പിടാൻ വേണ്ടി അവളെ നിർബന്ധിച്ചു. എന്നിട്ട് പോലും അവർക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായില്ല. അത്രയും ഒരു നല്ല മനസ്സ് അവൾക്കുണ്ട്. അത് കാണാൻ ആരും തയ്യാറാവുന്നില്ല. ഇപ്പോഴും എല്ലാവരും അവളെ മാത്രം കുറ്റം പറയുന്നതെന്ന് സുലോചനയും പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പരസ്പരം പറയാൻ ആൻറ്റി, ഇതൊന്നും അവരുടെ ഒന്നും തലയിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരും. എങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞുകൊണ്ട് സുലോചന എൻ്റെ അങ്ങ് പോവുകയാണ്. അങ്ങനെ മനുവും അലീനയായിട്ട് സംസാരിക്കും. അപ്പോൾ മനു പറയും, അലീന, നിങ്ങളെന്തെങ്കിലും ഭക്ഷണമൊക്കെ വെക്കുകയും കഴിക്കുകയോ ചെയ്യുന്നുണ്ടോ ഇവിടെ? ഞങ്ങൾ ഭക്ഷണം വെക്കുന്നുണ്ട്, പക്ഷെ ആരും കഴിക്കുന്നില്ല. സുലോചന ആൻറ്റി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു പറയും. എന്താ മനുവേട്ട കോടതിയിലെ കാര്യം? ഞാൻ മനുവേട്ടനെ വിളിക്കാമായിരുന്നു. കൃഷ്ണ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവളോട് പറഞ്ഞത് മനുവേട്ടനെ വിളിക്കാൻ. കോടതിയിൽ പോയി അലീന. രാജീവൻ അങ്കിളും പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ. രാജീവ് കൊച്ചച്ഛനും അച്ഛനും കൂടി പോയായിരുന്നു. പക്ഷേ അവരെ 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കുക, പോലീസ് കസ്റ്റഡിയിലാന്ന് പറയും. ഇനി ദിവസം കഴിഞ്ഞതിന് ശേഷമേ അവരെ ജാമ്യത്തിലെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ചെറിയ കേസ് അല്ലല്ലോ അലീന എന്ന് പറയും. എന്ത് ചെയ്യാനാ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും ഷോപ്പെല്ലാം അടച്ചിട്ടത് കാര്യമായി, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം തല്ലിപ്പൊളിച്ചേനെന്ന് പറയും.
അങ്കിളിനെ കാണാൻ നീ പോയായിരുന്നു ഹോസ്പിറ്റലിൽ? ഞാൻ പോയിരുന്നു അങ്കിൾ. അച്ഛൻ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും അവർക്കെതിരെ ഞാൻ പരാതിയിൽ ഒപ്പിടാഞ്ഞ് എന്താണെന്ന് അങ്കിൾ ചോദിച്ചതെന്ന് പറയും. അങ്കിൾ അങ്ങനെ സംസാരിച്ചു. ആ അതെ അങ്കിൾ, അച്ഛൻ പറഞ്ഞതാ അവർ തയ്യാറാക്കിയ പരാതി നീ ഒപ്പിട്ട് കൊടുക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷേ എനിക്കതിന് കഴിയുമോ മനുവേട്ടാ, എൻ്റെ സ്വന്തം അനിയനല്ലേ അവൻ എന്നൊക്കെ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേ പറയും, അത് ശരിയാ, അന്ന് നിനക്കൊരു തെറ്റ് തിരുത്താൻ പറ്റിയ അവസരമായിരുന്നു. നീ അന്നൊരു പക്ഷേ ആ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന്മാർ ഇപ്പോൾ ഈ തെറ്റ് ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ അലീനയോട് പറയും. എനിക്കതിന് കഴിയില്ല മനുവേട്ടാ എന്ന് അലീന മനുവിനോട് പറയുന്നുണ്ട്. അജോയ്ക്ക് എന്തായാലും നിനക്ക് സ്റ്റേഷനിൽ നിനക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ, പക്ഷേ എനിക്ക് ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ഒരു അപകടം വന്നപ്പോൾ ഞാൻ മാറി നിന്നല്ലോ എന്ന് പറയും. മനുവേട്ട ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, വരാൻ പറ്റാത്ത സാഹചര്യമായിട്ടല്ലേ. അതെ, അമ്മ അത്രയും ശക്തമായിട്ട് എതിർത്തത് കൊണ്ടാണ് ഞാൻ വന്നേനെ. പിന്നെ ഗോവർദ്ധനെങ്കിലും അവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ ശ്രമിച്ചിട്ടും SIയും CAയും കാണാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് മാത്രമേ ഞാൻ വരാഞ്ഞെന്ന് പറയും. സാരമില്ല, ആ സമയത്ത് രേവതിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഒരാൾ കാണും മനുവേട്ട അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റിയല്ലോ, ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറങ്ങാൻ ശ്രമിക്കണമെന്ന് പറയും. അങ്ങനെ അലീനയുടെ കൈ ചേർത്ത് പിടിച്ച് മനു ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ട് ബാലചന്ദ്രനെ ഇത് സംസാരിക്കുന്നു. അപ്പം ഡോക്ടർ, എനിക്കിപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് തോന്നുന്നത്, അതിനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയും. ശരി, ഞാൻ ഡീറ്റെയിൽ ചെക്കപ്പൊക്കെ നടത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അധികം സ്ട്രെയിൻ ചെയ്യരുത്, ടെൻഷനൊന്നും ഉള്ള വാർത്തകളൊന്നും അധികം കേൾക്കരുത്, വീട്ടിൽ പോയി നല്ലോണം റെസ്റ്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാമെന്ന് പറയും. ഓ താങ്ക് യു ഡോക്ടർ, ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, വാർത്തകളും ആൾക്കാരുടെ നോട്ടവും ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. ശരി, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കും. അങ്ങനെ ഡിസ്ചാർജ് സമ്മറിയും മേടിച്ചുകൊണ്ട് ഗോവർദ്ധൻ ബാലചന്ദ്രനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. ആ സമയത്ത് തന്നെ ബബിതയെ കാണാനായിട്ട് മനു റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. മനു വന്ന് കുറേ തവണ റൂം തട്ടിയതിന് ശേഷമാണ് ബബിത വന്ന് തുറക്കുന്നത്. അപ്പോൾ ബബിതയോട് മനു ചോദിക്കും, നീ എന്ത് ചെയ്യുക ബബിത, എപ്പോഴും റൂം ഇതിനകത്തിരിക്കുന്നത്, നിനക്ക് പുറത്തോട്ടൊക്കെ വന്നിരുത്തൂടായെന്ന് ചോദിക്കും. ഓ എന്തിനാ നാട്ടുകാർ വന്ന് കല്ലെറിയുന്നതും ബഹളം വെക്കുന്നത് കേൾക്കാനെന്ന് ചോദിക്കും. നീ എന്തേ മുറി അടച്ചതും ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ചുമ്മാ സംസാരിക്കണം, നീ ആരോടെ എപ്പോഴും ഈ ഫോണിൽ സംസാരിക്കുന്നത്, എപ്പം നിന്നെ വിളിച്ചാലും ഫോൺ എൻഗേജാണല്ലോ എന്ന് പറയും. ബബിതയൊന്നും മിണ്ടത്തില്ല. നിൻ്റെ അനിയൻ ഒരു വല്ലാത്ത കുരുക്കിലാണ് ചെന്ന് ചാടിയേക്കുന്നത്, അറിയാമല്ലോ, രോഹിത്ത് ചെന്ന് പെട്ടെന്ന് അപകടത്തിൽ നിന്ന് പെട്ടെന്നൊന്നും അവൻ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലായി, ഇനി നീയും കൂടി ചെന്ന് ഏതെങ്കിലും ഒരു ഊരാക്കുടുക്കി ചെന്ന് പെടരുത്, അതിൽ നിന്ന് ഊരിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഞാനൊരു ഊരാക്കുടുക്കിൽ ചെന്ന് ചാടത്തില്ലെന്ന് പറയും. മുമ്പ് അലീന ഇവിടെ വന്ന സമയത്ത് നീ ഒരുത്തിനെ മുറിയിൽ ഒളിപ്പിച്ചിടുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഓ അവളാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ നന്മ മാത്രമേ അവളെന്ന് ഉദ്ദേശിച്ചുള്ളൂ, നീ ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി അലീന നിനക്ക് ഓരോ സമയത്ത് ഓരോ മുന്നറിയിപ്പ് തരുന്നു, ഇതുപോലെ മുന്നറിയിപ്പ് നിൻ്റെ ചേട്ടന് കൊടുത്തിരുന്നു, അവനതെല്ലാം അവഗണിച്ചതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നത്, ആ ഗതി നിനക്ക് നാളെ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അലീന പറഞ്ഞ നിങ്ങൾ കുറച്ചെങ്കിലും അനുസരിക്കാൻ ശ്രമിക്കണം, നിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ, കൃഷ്ണ ഒരു അപകടത്തിൽ നിന്ന് ചാടത്തില്ല, നീ നോക്കുകയും കണ്ടും ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അവസാനം ആർക്കും തിരുത്താൻ പറ്റാത്തൊരു തെറ്റ് നിനക്ക് പറ്റരുതെന്നൊക്കെ മനു ബബിത ഉപദേശിക്കുന്നുണ്ട്. ബബിത അതൊന്നും കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല. അതിനുശേഷം മനു അങ്ങ് പുറത്തോട്ടിറങ്ങുകയാണ്. അതിനുശേഷം ഗോവർദ്ധൻ ബാലേന്ദ്രനുമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രനെ കണ്ടതും എല്ലാവരും ഓടി വന്ന് അകത്തോട്ടൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കസേരയിലൊക്കെ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.